ഈ വർഷത്തെ മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും നന്നായി പഠിച്ച് സിലബസൊക്കെ തീർത്ത് പരീക്ഷ നല്ല മാർക്ക് വാങ്ങണമെന്ന് ജെന്യുവനായിട്ട് ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എക്സാം വിന്നറിൻ്റെ നമ്മുടെ ക്രാഷ് ബാച്ചിൻ്റെ ലാസ്റ്റ് ബാച്ച് സ്പെഷ്യലായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആ ബാച്ചിൻ്റെ പേരാണ് മക്കളെ നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്. അപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൻ്റെ പേരിൽ തന്നെ കാര്യം ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അതായത് നമ്മുടെ ഇതിന് മുൻപ് നമ്മുടെ ക്രാഷ് ബാച്ച് പല ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തെങ്കിലും അതിലൊന്നും ജോയിൻ ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ മാത്രമല്ല, ഇതുവരെ നന്നായിട്ട് പഠനത്തെ സീരിയസ് ആയിട്ട് എടുത്തില്ല, പക്ഷേ ഇനിയെങ്കിലും സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പരീക്ഷ നല്ല മാർക്ക് വാങ്ങണമെന്ന് ആഗ്രഹം വന്നിട്ടുണ്ട്, പക്ഷേ എങ്ങനെ പഠിക്കണം, എങ്ങനെ സിലബസ് കുറേ ചാപ്റ്റേഴ്സ് തീർക്കണം എന്ന് അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ് സിലബസ് ഫസ്റ്റ് ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്റർ വരെ ഫാസ്റ്റ് ട്രാക്ക് ആയിട്ട് പെട്ടെന്ന് തീർക്കാനുള്ള ഒരു ബാച്ചാണിത്. അപ്പോൾ അങ്ങനെ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള കുട്ടികൾക്ക്, അതായത് പെട്ടെന്ന് പഠിക്കണം എന്നാൽ മുഴുവനും പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ബാച്ച്. ഈ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ജനുവരി 26 റിപ്പബ്ലിക് ഡേയിലാണ്. ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി 14. നിങ്ങളുടെ മോഡൽ എക്സാമിന് മുൻപ് കംപ്ലീറ്റ് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ബാച്ചിൽ. അപ്പോൾ ഈ ഒരു ബാച്ചിന് സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് വേണ്ടി ടൈം ടേബിൾ ഉണ്ടാകുന്നതായിരിക്കും, ഓറിയൻറ്റേഷൻ ഉണ്ടാകുന്നതായിരിക്കും. ഈ ഒരു ബാച്ചിന് സ്പെഷ്യലായിട്ട് പഠന രീതി ഉണ്ടാകുന്നതായിരിക്കും. അതായത് ഇതിന് മുൻപുള്ള ക്രാഷ് ബാച്ചിൽ പഠിച്ച പോലെ ആയിരിക്കില്ല ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന കുട്ടികൾ പഠിക്കാൻ പോകുന്നത്. കാരണം നിങ്ങൾക്ക് സമയം വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ വളരെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടൊരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്താലേ ഇത് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, മാത്രമല്ല ഈ ഒരു ബാച്ച് നമ്മൾ റിപ്പബ്ലിക് ഡേ ഓഫറായിട്ട് നമ്മൾ പുതിയൊരു ഫീസാണ് ഇതിന് ചെയ്യാൻ പോകുന്നത്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കി തന്നെ മനസ്സിലാവും, നിങ്ങൾക്ക് ബാച്ചിലെ എല്ലാ ഫീച്ചേഴ്സും നമ്മുടെ ക്രാഷ് ബാച്ചിൽ ടിപ്പിക്കലായിട്ട് കൊടുക്കുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിൽ കിട്ടുമെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കാനുള്ള സമയം ഒരുപക്ഷെ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാച്ചിൻ്റെ ഫുൾ ഫീസ് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി മുതൽ നമ്മുടെ ബാച്ചിൽ റിപ്പബ്ലിക് ഡേ ദിവസത്തിന് മുൻപ് ജോയിൻ ചെയ്യാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും നമ്മൾ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നുണ്ട്. ആ ഓഫർ ഇത്രയേ ഉള്ളൂ. അപ്പോൾ 2000 എന്ന് പറഞ്ഞ ഫീസ് ഇനി 2000 ആയിരിക്കില്ല, അത് 1200 രൂപയായിരിക്കും. അപ്പോൾ ഈ 1200 രൂപയ്ക്ക് എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷേ ആകെ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് ഇതിൽ കിട്ടും, പക്ഷേ വളരെ കുറച്ച് പേർക്ക് മാത്രം. അപ്പോൾ ഇന്ന് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് നാളെ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കും ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാവും. അത് എന്തുകൊണ്ടാണ് സാർ അങ്ങനെ റെസ്ട്രിക്ഷൻ വെക്കുന്നത്? റെസ്ട്രിക്ഷൻ വെക്കുന്നതല്ല, ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ കോപ്പീസ് വളരെ ലിമിറ്റഡ് ബാക്കിയുള്ളൂ. അപ്പോൾ ആ പെട്ടെന്ന് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് കൂടെ ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിൽ അതും കിട്ടുന്നതായിരിക്കും, ഇൻക്ലൂഡിങ് ഡെലിവറി എല്ലാം കിട്ടുന്നതായിരിക്കും. പക്ഷേ അത് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുന്നവർക്ക് അറിയാം. അപ്പോൾ ഇന്ന് ജോയിൻ ചെയ്യുന്നവർക്ക് എന്തായാലും കിട്ടും, നാളെ ജോയിൻ ചെയ്യുന്നവർക്ക് കിട്ടുമോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. അത് ഡിപ്പെൻസ് ഓൺ എത്ര കുട്ടികൾ ജോയിൻ ചെയ്യുന്നു എന്നുള്ള കാര്യം. ഓക്കെ, എനിവേ നിങ്ങൾക്ക് അതും കൂടി വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് കിട്ടില്ല, പക്ഷേ ഫീസ് ഇത്ര തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഉണ്ടാവും, പക്ഷേ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള സമയം ഇനി അങ്ങോട്ടില്ല. അപ്പോൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത്. അതിൽ ഏറ്റവും ഫസ്റ്റ് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ ടൈം ടേബിൾ ഉണ്ടാകുന്നതായിരിക്കും. അതായത് എങ്ങനെ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ അവസാന ചാപ്റ്റർ വരെ ഈ ഒരു ബാച്ച് ഉപയോഗിച്ച് തീർക്കാം, ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് തീർക്കാം. ഷോർട്ട് നോട്ട്സിൻ്റെ ലൈവുകളായിരിക്കും നമ്മുടെ ബാച്ചിൽ കൊടുക്കുന്നത്, പക്ഷേ ആ ലൈവുകൾ എല്ലാ ചാപ്റ്റേഴ്സും ഇനി ലൈവായിട്ട് കാണാൻ സമയം നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ചില ചാപ്റ്റേഴ്സ് ലൈവായിട്ടും ചില ചാപ്റ്റേഴ്സ് ലൈവിൻ്റെ റെക്കോർഡർ ഉണ്ടാവില്ല, അത് കാണാനുള്ള ഷെഡ്യൂളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ആ ഷെഡ്യൂൾ നിങ്ങൾക്ക് നമ്മൾ ഓറിയൻറ്റേഷനിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. എന്നാണ് ഓറിയൻറ്റേഷൻ നടക്കുക സാർ? ഈ ഒരു ഡേറ്റിനായിരിക്കും നമ്മുടെ ചാനലിൽ ഓറിയൻറ്റേഷൻ നടക്കുക. ആ ഓറിയൻറ്റേഷൻ നിങ്ങൾ എല്ലാവരും തന്നെ അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, കാരണം അത് അറ്റൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് ബാച്ച് ഉപയോഗിക്കേണ്ടതെന്ന് പഠിക്കേണ്ടതെന്ന് സിലബസ് തീർക്കേണ്ടതെന്ന് മനസ്സിലാവില്ല. അപ്പോൾ എനിവേ പറഞ്ഞു വന്നത്രേ ഉള്ളൂ, ആ ഒരു പുതിയ ടൈം ടേബിൾ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ കംപ്ലീറ്റ് ഷോർട്ട് നോട്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സിലബസ് തീർക്കേണ്ടത്. പിന്നെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ലൈവ് ക്ലാസ്സും ഉണ്ടാവും, അതിൻ്റെ റെക്കോർഡർ വേർഷൻസും ഉണ്ടാവും, PDF ക്ലാസ് നോട്ട്സ് ഉണ്ട്, വൺ ഷോട്ട് റെക്കോർഡ് ഡീറ്റെയിൽ ക്ലാസ് ഉണ്ട്. അതൊന്നും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ ചില ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അല്ലാത്ത ചാപ്റ്റർ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സമയം ഉണ്ടാവില്ല, എല്ലാ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ. ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റ് നിങ്ങളുടെ പബ്ലിക് എക്സാമിൻ്റെ സമയത്തൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടും PYQs നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം. അതിൻ്റെ വീഡിയോ സൊല്യൂഷൻസ് ഉണ്ടാവുന്നതായിരിക്കും. പക്ഷേ ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം എല്ലാ ചാപ്റ്ററിനെയും പോയിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് PYQ വീഡിയോ സൊല്യൂഷൻ വെച്ചിട്ട് ഓരോ ക്വസ്റ്റ്യൻ്റെയും വീഡിയോ കണ്ട് പോകാനുള്ള സമയം നിങ്ങൾക്കില്ല. അതുകൊണ്ടാണ്, അത് മോശമായതുകൊണ്ടല്ല, ഭയങ്കര നല്ലതാണ്, പക്ഷേ അതിനുള്ള സമയം നിങ്ങൾക്കില്ല. അപ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ചാലഞ്ചർ ക്വസ്റ്റൻസ് ഉണ്ടാവും, അത് എപ്പോൾ ഉപയോഗിക്കണം എന്നും പറഞ്ഞു തരും, അത് ഉപയോഗിക്കണം നമുക്ക്. പിന്നെ കമ്പൈൻ ചാപ്റ്റർ എക്സാംസ് ഉണ്ടാവും, പുതിയ പാറ്റേൺ ബേസ്ഡ്, പുതിയ ക്രിസ്മസ് എക്സാമിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ മോഡൽ എക്സാമിൻ്റെ പാറ്റേൺ നോക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പബ്ലിക് എക്സാമിൻ്റെ മുമ്പ് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ മോഡൽ എക്സാംസ് വെക്കുന്നതായിരിക്കും. ഓക്കെ, അതായത് പുതിയ മോഡൽ എക്സാമിൻ്റെ പാറ്റേൺ വെച്ചിട്ടായിരിക്കും നമ്മൾ മോഡൽ എക്സാംസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിൽ എല്ലാ പ്രിപ്പറേഷനുമായി. അപ്പോൾ ഈ ഒരു ഇത്രയും കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. പക്ഷേ ഇത്രയും കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് കാര്യമില്ല, ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ഓറിയൻറ്റേഷനിലായിരിക്കും പറഞ്ഞുതരാൻ പോകുന്നത് ഈ ഒരു ഡേറ്റിന്
കോഴ്സിന്. അപ്പോൾ ഓറിയൻറ്റേഷൻ നിങ്ങൾ വരണം. മാത്രമല്ല ഓറിയൻറ്റേഷൻ മുൻപ് തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പഠിച്ച് പബ്ലിക് എക്സാമിന് നല്ല മാർക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ എക്സാമിനറിൻ്റെ ബാച്ചിലൊക്കെ വെച്ച് പഠിച്ച് സീരിയസ് ആയി പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് പഠിക്കാം. യൂട്യൂബിൽ നമ്മൾ എന്താണ് റിവിഷൻ പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും, ക്ലാസ്സസും ചെയ്യുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് കുറച്ചും കൂടി സീരിയസ് ആയി പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇത്രയും കാര്യങ്ങൾ ആവശ്യമുണ്ട്. PYQ ആവശ്യമുണ്ട്, നിങ്ങൾക്ക് വർക്ക്ഷീറ്റ് ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ട്, ക്വസ്റ്റ്യൻ ബാങ്ക് ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് പഠിക്കണം, സീരിയസ് ആയി പഠിച്ച് നല്ലൊരു മാർക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ബാച്ചാണ്. ഇപ്പം ഓഫറുണ്ട്, ഫീസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഓഫറുണ്ട്. മാത്രമല്ല പുതിയ ഫാസ്റ്റ് ട്രാക്ക് ആയിട്ട് നമ്മൾ സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ടും ചെയ്യുന്നുണ്ട്. അപ്പം ദിസ് ദി ബെസ്റ്റ് ടൈം. ഇനി ഇതുപോലത്തെ ഒരു സമയം വരില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. ഇനി മറ്റൊരു സമയം വേറെ ഉണ്ടാവില്ല. അപ്പോൾ ജോയിൻ ചെയ്യാനുള്ള ആഗ്രഹമുള്ളവർക്ക് എല്ലാവർക്കും ബെസ്റ്റ് ടൈമാണ്. എത്രയും പെട്ടെന്ന് താഴെയുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്യോ കോൾ ചെയ്യോ എന്നിട്ട് ജോയിൻ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ക്ലിയർ ചെയ്യുക. എത്രയും പെട്ടെന്ന് ബാച്ചിൽ പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക. പൈസ കൊടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ ബാച്ചിൽ അഡ്മിഷൻ എടുത്തുകൊണ്ടോ ബാക്കിയുള്ളവരോട് പറഞ്ഞുകൊണ്ടോ നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ പോകുന്നില്ല. ആ ബാച്ചിൽ പറയുന്ന കാര്യങ്ങൾ, ഓറിയൻറ്റേഷനിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു 3 മണിക്കൂറെങ്കിലും നിങ്ങൾ ഡെയിലി ചിലവഴിക്കാൻ റെഡി ആണെങ്കിൽ ഈസിലി 90% മുകളിൽ മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അങ്ങനെ വാങ്ങിച്ച പല കുട്ടികളും നമ്മുടെ ബാച്ചിൽ പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കും പറ്റും. അത്രേ പറയുന്നുള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല. ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട് എത്രയും പെട്ടെന്ന് താഴെ നമ്പറിലൊക്കെ വാട്സപ്പ് കോളൊക്കെ ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഓറിയൻറ്റേഷനിൽ പറയാം. ഓറിയൻറ്റേഷൻ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ഈ ഒരു ഡേറ്റിനായിരിക്കും ഉണ്ടാവുക. അതിലെല്ലാവരും പങ്കെടുക്കണം. അടിച്ച് പൊളിച്ച് നമുക്ക് പഠിക്കാം. ഈ വർഷം നമുക്ക് തകർക്കാം.